പുതിയതായിട്ടൊന്നും വെക്കാനുള്ള പരിപാടിയല്ലേ? അതെ അതെ. അപ്പൊ കുഴി എടുത്തിട്ട് അടിവളം തന്നെ കൊടുത്തേക്കുന്നത്? അടിവളം നമ്മൾ ചാണകവും മണ്ണും ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇപ്പം മിക്സ് ചെയ്ത്. ഇതെന്നാ ഇതിപ്പോ ഇടുന്നത്? ഇപ്പൊ ഇതിടുന്നത് ചകിരിച്ചോറ്. ഒരു കുഴിയിൽ എന്തോരം വേണ്ടി വരുന്നുണ്ട്? അല്ല, അത് കുറച്ച് വിധം ആ തൈക്കൊന്ന് വേരോടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും കൂടി ഇടുന്നത്. അപ്പൊ നമുക്ക് ഈ ഡയറക്റ്റ് ഇതിലേക്ക് തൈ വെക്കാവോ? തൈ വെക്കുക, ഡയറക്റ്റ് വെക്കുക ആണല്ലേ? അപ്പൊ ഇതിന് മുകളിൽ മണ്ണൂടെ കൂട്ടിയിട്ടാ. മണ്ണ് കൂട്ടിയിടും. അതെ. ഇപ്പൊ ഇടുന്ന എന്നതാ? ഇത് മണ്ണിര കമ്പോസ്റ്റ്. അപ്പൊ കുറച്ച് മണ്ണിടും അല്ലേ? അതെ. ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. മണ്ണും ഇതെല്ലാം കൂടെ കൂട്ടി കുഴിയിൽ മിക്സ് ചെയ്തിട്ട് തൈ ഒന്ന് ചെരിച്ചു വെക്കും. അതിന്റെ ഉദ്ദേശം എന്നാ? ചെരിച്ചു വെച്ചാല് ഇതിന് വളർച്ചയിൽ മണ്ണ് വരുമ്പോഴത്തേന് ഇതിന് കാറ്റുപിടുത്തം കുറയും. കാറ്റുപിടുത്തം വരുമ്പോഴേ ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്നിട്ട് തല നിവർന്നു വരും. അപ്പോൾ അതിന് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള കുറച്ചുകൂടെ ശക്തി കിട്ടുന്നുണ്ട്. ശരി. അതിനുവേണ്ടി കൃഷിക്കാരുടെ ഒരു അത് എത്ര ഡിഗ്രി? അങ്ങനെയില്ല, നമ്മൾ ആ ഒന്ന് ചെരിച്ച് ഒരു ചെറിയ ചെരിവ് ഒരു 30, 35, 40 താഴെയുള്ള ഒരു ആംഗിളിലെ ചെരിവ് കൊടുക്കും. ഇതിപ്പം ഒരു 40 ഡിഗ്രിയോളം ചെരിഞ്ഞിട്ടുണ്ട്. അതെ. ഇനി ഇത് ഇവിടുന്ന് തല നിവർന്ന് കയറി വന്നു. മണ്ണ് ഇടണോ ഇനി? അതെയോ? ഇതിന് വളമിട്ട് മണ്ണ് കയറി വരികയുള്ളൂ. അല്ലാണ്ട് ഇപ്പം മണ്ണിടുന്നില്ല. ഇന്ന് കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു ഫലവർഗ്ഗമാണ് റെഡ് ലില്ലി ഇനത്തിൽപ്പെട്ട പപ്പായ. ഇതിന്റെ വിപണന സാധ്യത മുന്നിൽ കണ്ട് കർഷകനായ തോമസ് മാത്യു കൃഷി ചെയ്തിരിക്കുന്ന പപ്പായ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന്റെ വിപണന സാധ്യതകളും കൃഷി രീതികളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ഏതിനത്തിൽപ്പെട്ടതായി പപ്പായ? ഇത് റെഡ് ലേഡി എന്ന് പറയുന്ന ഇനമാണ്. ഇതാണ് ഷെൽഫ് ലൈഫ് കൂടുതലുള്ള ഇനമാണ്. ബിസിനസിന് ഇതേ കൂടുതൽ ഉപയോഗിക്കുള്ളൂ. നമ്മുടെ വിളവ് കൂടുതലുണ്ടാകും. നമുക്ക് ഷെൽഫ് ലൈഫും കൂടുതൽ കിട്ടും. കഴിഞ്ഞാൽ ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ കടക്കാർക്ക് വിൽക്കാൻ ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച വരെ 15 ദിവസം വരെ കേടുകൂടാതിരിക്കും. അതിനുവേണ്ടിയാണ് റെഡ് ലേഡി. ഇത് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്? ഞാനിത് രണ്ടാമതാണ്. ഇത് ആദ്യം ഞാൻ നേരത്തെ പാലക്കാട് ചെയ്തിരുന്നു. ഇവിടെ ആദ്യമാണല്ലേ? അതെ. ശരി. ഓക്കെ. അപ്പം വിളവ് വന്നിട്ട് കുഴപ്പമില്ലായിരുന്നു? വിളവ് ഇപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ബാച്ച് ചെയ്യുന്നതായത്. ഇതിപ്പോ ഒരു 3 ബാച്ചായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ തൈ നമ്മൾ ഉത്പാദിപ്പിച്ചതാണോ സ്വയം? അല്ല, തൈ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച. ഏത് സമയത്ത് ഇത് വെക്കുന്നേ? ഇതിന് ശരിക്കും സമയം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഞാൻ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പൊ ഈ പപ്പായ കായായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൗണ്ട് കായ എടുത്ത് കഴിയുമ്പോഴേ ഒരു കായ ഇല്ലാത്ത ഒരു സമയം വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൽ വരത്തക്കവണ്ണം രണ്ടാമത്തെ ഒരു ബാച്ച്, മൂന്നാമത്തെ ബാച്ചായിട്ട് ഒരു 2 മാസം ഇടവിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അതിന്റെ രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പൊ ഈ വെക്കുന്നത്. ഇത് എത്ര നാളായി ഈ തയ്യ? ഇത് വെച്ചിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു. 2.5 മാസത്തോളമായി. ജൈവവളമാണോ രാസവളമാണോ കൊടുക്കുന്നത്? ജൈവവളവും രാസവളവും കൊടുക്കുന്നുണ്ട്. രണ്ടും കൊടുക്കുന്നുണ്ട്. ചാണകമായിരിക്കും അല്ലേ? ചാണകവും പിന്നെ ചാണകം കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാസവളം ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. വേനലിന് ചൂടൽ കുത്തേണ്ടി വരുന്നുണ്ടോ? ചൂടൽ കുത്തി നട്ടപ്പം വേനൽ ചൂടൽ കുത്തിയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേര് പിടിച്ച് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ 2 മാസമായി അല്ലേ? 2 മാസം കഴിഞ്ഞു. 2 മാസത്തെ വളർച്ചയുണ്ട്. 2 മാസത്തെ വളർച്ചയാണ്. എത്ര നാളാകുമ്പോൾ അതിന്റെ ഫലമാകുന്നത്? ഇത് ഇപ്പം പൂവായിട്ടുണ്ട്. 2 മാസത്തിലും 2 മാസം ഞാൻ തൈ മേടിച്ചു വെച്ചതാണ്. ഇതിപ്പം പൂവായി. അപ്പം ഒരു 3 മാസത്തിന് 4 മാസത്തിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് പൂവാകും. പൂ വിരിഞ്ഞ് കായലോട്ട് വരും. അത് 4 മാസം കായായിട്ട് എത്ര? എന്തോ പൂർണ്ണ വളർച്ച എത്താൻ എന്ത് വേണം? കായ ഉണ്ടായി ഒരു കായ എടുക്കാനാകുമ്പോഴത്തേനും ഒരു 7-8 മാസത്തിന്റെ അവിടേക്ക് എത്തും. ഒരു 4 മാസത്തെ ആകുമ്പോഴേ പൂവിടും. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മാസത്തോളം കാലാവസ്ഥയുടെ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും. എങ്കിലും ഒരു 3 മാസം തൊട്ട് 4 മാസം വരെ കൊണ്ട് ഇത് വളഞ്ഞ് പഴുക്കാൻ നമുക്ക് നനച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ വെള്ളം. അതെ. ഇതിന് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? മാർക്കറ്റിംഗ് ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇവിടെ മാർക്കറ്റിലോട്ട് പോയിട്ടില്ല. പിന്നെ ഇതിനൊരു ഗുണം പറഞ്ഞല്ലോ, കുറെ ദിവസങ്ങൾ ഇരുന്നാലും ഷെൽഫ് ലൈഫ് ഉള്ളതുകൊണ്ട് ഇത് അത് തന്നെയല്ല, ഇതേ മാർക്കറ്റിൽ ഓടുകയുള്ളൂ. നമ്മുടെ സാധാരണ കപ്പളങ്ങ, നാടൻ കപ്പളങ്ങയാണ് ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ടും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്തതുകൊണ്ടും അത്. അല്ല, ഞാൻ പലപ്പോഴും ഈ സൂപ്പർ മാർക്കറ്റിൽ റെഡ് ലേഡി ചോദിച്ചു മേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. റെഡ് ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ളവരെല്ലാവരും റെഡ് ലേഡിയാണ് ഉപയോഗിക്കുന്നത്.
ഇപ്പൊ കേരളത്തിലോ തമിഴ്നാട്ടിലോ മാത്രമേ മറ്റുള്ള വെറൈറ്റികൾ കൂടുതലുള്ളൂ. അത്യാവശ്യം മധുരം ഉണ്ടല്ലോ ഇതിന്. മധുരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണക്കിന് ഒരു ഇച്ചിരി മധുരം കുറവാണ്. അതേ അത്യാവശ്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതേസമയം ഇതിന് പെട്ടെന്ന് പഴുത്തളിഞ്ഞു പോവുകയില്ല, ചീഞ്ഞു പോവുകയില്ല. അങ്ങനെ ഒരു ഗുണമാണ് ഇതിനുള്ളത്. പിന്നെ കളറ് റെഡ് കളറാണ്, നല്ല റെഡ് കളറാണ് വരുന്നത്. മറ്റേ നമ്മുടെ നാടൻ പപ്പായക്കൊക്കെ മിക്കവാറും എല്ലാം മഞ്ഞ ഉള്ളാണ്. ഇത് രണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഒന്ന് ഉരുണ്ട കായും ഒന്ന് ഇച്ചിരി നീളമുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു കായുമായിട്ട് രണ്ടിനം വരുന്നുണ്ട്. അത് ഒരേ ഇനമായിട്ട് കിട്ടാൻ പ്രയാസമാണ്. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് പാക്കറ്റിലാണെങ്കിലും വിത്തില് രണ്ടിനവും ഉണ്ടാവും. ഒരു കായേ എന്തോരം മാത്രം മുഴുപ്പ് വരുന്നുണ്ട്? മീൻസ് തൂക്കം ഞാൻ ഉദ്ദേശിച്ചത് 1.5 കിലോ വരെയുള്ള അത്രയുണ്ട് പപ്പായ വരുന്നുണ്ട്. നന്നായിട്ട് വളം ചെയ്ത് വരുന്ന ഒരു മരച്ചാലാണെങ്കിൽ 3.5 കിലോ വരെയുള്ള ഒറ്റക്കായ വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമുക്ക് ആ സാധനം മാർക്കറ്റ് ചെയ്യാൻ പ്രയാസമുണ്ട്. ഈ ചേനയുടെ കാര്യം പോലെ അല്ലേ? ചേന എപ്പോഴും 1 കിലോ 1.5 കിലോ ചേനയാണ്. 2 കിലോ ചേനയാണെങ്കിൽ നമുക്ക് ഒരു വില കൂടുതലും കിട്ടും, 10 രൂപ വില കൂടുതൽ കിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പൊ എല്ലാം അണുകുടുംബങ്ങളായതുകൊണ്ട് ഒരു 2 കിലോ ഒരു 5 കിലോയുടെ ഒരു പപ്പായ മേടിച്ചോണ്ട് വേണം ഇപ്പൊ 40 രൂപ ഒരാൾ മേടിക്കുന്നത്. 4, 5, 20, 200 രൂപ ഒരു പപ്പായക്ക് വേണം. അത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിയുമ്പോഴത്തേനും പകുതി തിന്നും പകുതി കളയേണ്ടി വരും. അപ്പൊ അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. അതേ സ്ഥാനത്ത് ഒരു 1.5 കിലോയുടെ ഒരു പപ്പായയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും കടക്കാർക്ക് വിൽക്കാനും വാങ്ങുന്നവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള സാധനം കിട്ടും. നമുക്കിത് കിലോയ്ക്കല്ലേ വില തരുന്നത്? കിലോയ്ക്കാണ് വില. എത്ര രൂപ വരുന്നുണ്ട് കിലോയ്ക്ക്? നമുക്ക് കിലോയ്ക്ക് ഇപ്പൊ ഒരു 30 രൂപ ആവറേജ് കിട്ടും. 50 രൂപയ്ക്കാണ് 50, 45 ആയിട്ടാണ് കടക്കാർ വിൽക്കുന്നത്. അവര് വന്ന് മേടിച്ചോണ്ട് പോകും, അത് നമ്മൾ കൊണ്ടേ കൊടുക്കണോ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഫസ്റ്റ് ബാച്ചാ ഇത് ഇവിടുത്തെ. അപ്പൊ എനിക്കിവിടെ പലരും മാർക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിന് പ്രശ്നം വരുന്നില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം പാലായാണ്, അതൊന്ന് ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നാ ചോദിച്ചാൽ പാലക്കാടെന്ന് പാലായിൽ വന്നാണ് ഇപ്പൊ. അല്ല, അതറിയാം. അപ്പം പാലക്കാടിനേക്കാൾ 10 രൂപ കൂടുതൽ കിട്ടുകയുള്ളൂ. അല്ല, ഞാൻ കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാ. നമ്മൾ പാലക്കാട് പാലായി വന്നാണ് ഇപ്പൊ കൃഷി. അതെ, ഞാനിപ്പം പാലായിലെ താമസിക്കുന്നു. അന്ന് പാലക്കാടായിരുന്നു താമസിക്കുന്നത്. അതെ, അത് കാണുന്നവർക്ക് മനസ്സിലാവണമല്ലോ. നമ്മൾ ഈ അണുകുടുംബത്തിലെ നമ്മൾക്ക് എപ്പോഴും 3.5 കിലോയുടെയും 3 കിലോയുടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വിറ്റ് പോകാനും ബുദ്ധിമുട്ട്, അവർക്ക് വാങ്ങാനും ബുദ്ധിമുട്ടാണ്, ബാക്കി ഉപയോഗിക്കാനും പാടാണ്. അപ്പൊ അതൊരു നോർമലായിട്ട് 1.5 കിലോ 2 കിലോ ആ രീതിയിലേക്ക് ഈ കപ്പളങ്ങയെ കൺവേർട്ട് ചെയ്യുന്ന രീതി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ട്. ഇതിപ്പം ഒരു മരത്തിന് ഒറ്റ ഇതായിട്ട് നിന്ന് വളർന്ന് നമ്മൾ നന്നായിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ അത് 3-3.5 കിലോയിലേക്ക് 3 കിലോയുടെ 2.5 കിലോയുടെ മേളിലോട്ടേ കപ്പളങ്ങ ആവുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ ഇതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെത്തേഡ്, ഇതിനെ ഇവിടുന്ന് മുറിക്കുന്നു. ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ മുറിക്കുന്നു. ഈ മുറിച്ച് മാറ്റി കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഒരു ഇത് വെച്ച് കെട്ടും, പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടും. ഇതിൽ വെള്ളം ഇറങ്ങാതെയും ചെയ്യാതെ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ശകരങ്ങള് ബൂസ്റ്റപ്പ് ചെയ്യും, വളരും. ഇതില് കരുത്തുള്ള 3 സൈഡിലേക്ക് നിൽക്കുന്ന 3 ശകരങ്ങളെ നിർത്തും, ബാക്കി കട്ട് ചെയ്ത് കളയും. അപ്പൊ ഈ ശകരങ്ങൾ ഏത് വേണേലും കിളുത്ത് കയറി വരാം. അപ്പൊ ആ കിളുത്ത് കയറി വരുന്നതിലെ 3 ശകരങ്ങൾ 3 സൈഡിലേക്ക് നിൽക്കുന്ന എവിടുന്നാണോ നമ്മൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യും. ബാക്കിയുള്ളതിനെ നമ്മൾ അടർത്തിക്കളയും. അതിന്റെ കരുത്തുള്ളതിനെ നമ്മൾ നിർത്തി 3 എണ്ണത്തിനെ നിർത്തിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് ഒടിച്ചു കളയും. 3 സൈഡിലേക്ക് ആക്കി നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും, എല്ലാം കിട്ടുകയും ചെയ്യും. സൂര്യപ്രകാശം കിട്ടും. ഒരേ സൈഡിലേക്ക് വരുമ്പോഴേ കവറേജ് വരികയില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ 3 സൈഡിലേക്ക് വരുമ്പോഴതിനെ നമ്മൾ 3 സൈഡിലേക്കാക്കി 3 സൈഡിലേക്ക് വന്ന് കിട്ടും. കാരണം എതിർ ദിശകളിലാണ് ഇല വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് വെച്ചിട്ട് ഇതിന് നമ്മൾ വളം കൊടുത്ത് പരിചരണം കൊടുക്കുമ്പം ഈ സ്റ്റെപ്പുകൾ കിളുത്ത് കയറി ഈ 3 സ്റ്റെപ്പായിട്ട് നമ്മൾ വളർത്തിയെടുക്കും. അപ്പൊ 3 ശകരങ്ങളിലായിട്ട് ഈ ഒരു കപ്പളത്തിൽ നിന്ന് കിട്ടുന്ന വളവും വെള്ളവും എല്ലാം 3 ശകരങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തു പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 3 കിലോ കായുടെ മുഴുപ്പ് കുറയും, എണ്ണം കൂടും, നമുക്ക് ഉൽപാദനം അതിൽ കൂടുതലേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും ഒരു വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒക്കെ സൗകര്യപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം. സ്വന്തം ഐഡിയ ആണോ? ഇത് സ്വന്തം ഐഡിയ തന്നെയാണ്. ആരെങ്കിലും പറഞ്ഞു തന്നൊന്നുമല്ല? ആരും പറഞ്ഞു തന്ന ഐഡിയ അല്ല. ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ നേരത്തെ മുറിച്ചു വിട്ടതാ. ഈ മുറിച്ചു വിട്ടത് 2 ശകരം ഇപ്പൊ ഓൾറെഡി ആയി. 3ാമത്തെ ശകരം ബൂസ്റ്റപ്പ് ചെയ്ത് കിട്ടിയാല് ഞാനിത് എടുക്കും. അല്ലെങ്കിൽ ഈ 2 ശകരത്തിലായിട്ട് മാറി. ഇത് ഞാൻ നേരത്തെ മുറിച്ചു വിട്ടതാ, എന്നിട്ട് ഷൂട്ട് ചെയ്തതാ. ഇത്
ഇതിനെ മുറിച്ചു വിടാൻ വേണ്ടിയിട്ട് മൊത്തം മുറിച്ചു വിടാൻ ഇത്തരം താമസിച്ചു പോയി. ഈ മുറിച്ചു വിട്ട സമയത്ത് തന്നെ ഇത് മുറിച്ചു വിടേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് 20 ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഈ വളർച്ച വളർന്നത് എനിക്ക് ബാക്കി എല്ലാത്തിനും ആയി കിട്ടിയാണ്. ഇതിന്റെ 3 ശിഖരങ്ങളായിട്ട് നിർത്തുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശിഖരങ്ങൾക്ക് ഇത് കുറയുമല്ലോ, കട്ടി കുറയുമല്ലോ. അപ്പം വലിയൊരു കാറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഭാരത്തോടു കൂടി കായ്കൾ നിൽക്കുമ്പോൾ ഒടിയാനുള്ള ചാൻസ് കൂടുതലല്ലേ? ഒറ്റ തടിയാണെങ്കിലും 3 തടിയാണെങ്കിലും പപ്പായയിൽ നിറച്ച് കായ ഉണ്ടെങ്കിൽ കാറ്റ് പിടിക്കുകയോ ഒടിയുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന് തടിക്ക് ബലം കുറവുള്ള ഒരു ഇതാണ്, പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും ഇതിന് കായുടെയും ഇലയുടെയും ഭാരം മേളിലാണ് വരുന്നത്. അപ്പം കാറ്റ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എടുത്ത് ഒടിച്ച് കളയാം. അകം പൊള്ളയാണല്ലോ. അകം പൊള്ളയാണ്. പുറമേ ഉള്ളതും ബലമില്ലാത്ത സാധനമാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ നോക്കിയാലും ഇത് വെച്ച് കെട്ടിയാല് താങ്ങ് കൊടുത്ത് കെട്ടിയാലേ ബന്ധോസാക്കിയാല്. അപ്പൊ ഈ ഉണ്ടാകുന്ന ലെയറുകൾക്കെല്ലാം താങ്ങ് കൊടുക്കുന്നുണ്ട്. ഉണ്ടാകുന്ന ലെയറുകൾക്കല്ല, മൂന്ന് ബ്രാഞ്ചിനും ശേഖരത്തിനും സപ്പോർട്ട് കൊടുത്ത് കൂട്ടിക്കെട്ടണം. അത് കെട്ടി തന്നെ ആകുള്ളൂ. അതല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. കാരണം ഇപ്പം ചിലപ്പോ ഒരു 50 കപ്ലങ്ങ ഒരു ബ്രാഞ്ചിലുണ്ടെങ്കിൽ 50 കപ്ലങ്ങ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 60 കിലോയാ. അതിന്റെ തലയും ഇലഭാരവും കൂടെ കൂടുമ്പോൾ ഒരു 10-80 കിലോയുടെ 100 കിലോയുടെ അടുത്തൊരു ഇത് ഒരു ബ്രാഞ്ചിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു ബ്രാഞ്ചിന് കാറ്റ് പിടിക്കുന്ന ദിക്കിനനുസരിച്ച് കാറ്റ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിക്കാം. ഇല തുടങ്ങുന്ന ഭാഗത്തുനിന്ന് താഴേന്ന് എവിടുന്ന് വേണേലും ഓടിയാം. അപ്പൊ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 കിലോ എന്ന് പറഞ്ഞാൽ 60 കിലോ കപ്പളങ്ങ നമുക്ക് കിട്ടേണ്ട മുതല നമ്മുടെ പാത്രത്തിൽ എത്തേണ്ട മുതലാ പോകുന്നത്. അതെ. അപ്പൊ നമുക്ക് കെട്ടി തന്നെ ആകണം, എന്നാലേ ആവുള്ളൂ. എത്ര നാളായി കപ്പളത്തിന്റെ കൃഷിയിലേക്ക് വന്നിട്ട്? കപ്പളത്തിന്റെ കൃഷി ഞാനൊരു 3-4 വർഷം മുമ്പ് തൊട്ട് ഇങ്ങോട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ പാലക്കാട് ജില്ലയിലായിരുന്നു ചെയ്തിരുന്നത്, മണ്ണാർക്കാട് അടുത്താണ് ചെയ്തിരുന്നത്. ഇപ്പോഴേ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം കിട്ടിയപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണ്. ഇതിനകത്ത് കഴിഞ്ഞ വർഷം ഞാൻ ചക്കരക്കിഴങ്ങും കപ്പയും മറ്റു കൃഷികളൊക്കെയാണ് ചെയ്തത്. അപ്പൊ അതിനൊക്കെ വരുന്ന ഇവിടെ എലിശല്യം കൂടുതലുണ്ട്. അപ്പം കപ്പ ഞാൻ ഇക്കൊല്ലം ഒഴിവാക്കി. മധുരക്കിഴങ്ങിനും എലിശല്യം ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടും ഇപ്രാവശ്യം ഒന്ന് ഒഴിവാക്കിയിട്ട് എനിക്കിതിനകത്ത് കൃഷി ചെയ്യാവുന്ന ഏറ്റവും നല്ലത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴേ ഷോർട്ട് ഡ്യൂറേഷനിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു ലാഭകരമായിട്ട് തോന്നിയ പപ്പായയാണ്. കാരണം പപ്പായക്ക് നമുക്കിപ്പോ ഒരു പപ്പായ പോയാലും ഇപ്പൊ ഇതിപ്പോ ഞാൻ മുറിച്ചു വിട്ടു. ഈ മുറിച്ചു വിട്ട പപ്പായയിൽ തന്നെ ഒരു 3 ബ്രാഞ്ച് ഉണ്ടായില്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലെങ്കിലും എനിക്ക് കായ കിട്ടും. ഇനിയും 50 കിലോ കിട്ടിയില്ലെങ്കിലും 30 കിലോ കിട്ടും. ഒരു ബ്രാഞ്ച് ഒടിഞ്ഞാൽ മറ്റൊരു ബ്രാഞ്ച് കിട്ടും. അങ്ങനെ നമുക്ക് അങ്ങനെ വരുമ്പോ നമ്മൾ മൊത്തത്തിലെ കണക്കൂട്ടിയില്ലെങ്കിലും ഓരോ എണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരു നിശ്ചിത വരുമാനമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഒരു വാഴ വെച്ചിട്ട് ഒരു കൊലയെ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. 10 മാസം നോക്കിയിരുന്ന് നമുക്ക് ഒരു കൊല, അത് വാഴ ഏത് രീതിയിൽ നശിച്ചാലും ആ കൊല നഷ്ടപ്പെട്ടു, ആ കൃഷി നശിച്ചു പോയി. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും. ഒരു കപ്പളത്തിൽ നിന്ന് 3 ലെയറിലെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനൊരു ഡിസ്റ്റൻസ് ആവശ്യമുണ്ടല്ലോ, കാരണം മറ്റൊന്ന് കൂട്ടിമുട്ടാതെ. അപ്പൊ ഒരു കപ്പളും മറ്റേ കപ്പളായിട്ടുള്ള അകലം എന്തൂരാ? ഈ ഒറ്റയായിട്ട് നടുകയാണെങ്കിൽ ഒരു 8 അടി അകലം മതി. 8 അടി അകലം മതി. അതായത് ബ്രാഞ്ച് പൊട്ടിക്കുന്നില്ലെങ്കിൽ ഒറ്റത്തടിയായിട്ട് കയറി പോവാണെങ്കിൽ, ഈ രീതിയിലാണെങ്കിലോ 8 അടി അകലം ആണെങ്കിൽ മതി. ഈ രീതിയിലാകുമ്പോഴേ ഒരു ഇച്ചിരിയുടെ 3 ശേഖരങ്ങളാകുമ്പോൾ 3 ശേഖരങ്ങൾക്കും ഒന്ന് ചെരിഞ്ഞും തിരിഞ്ഞും ഇന്ന് വളരാനുള്ള ഒരു സൗകര്യം കിട്ടത്തൊക്കെ വേണം. ഞാൻ ഇപ്പം വെച്ചിരിക്കുന്നത് ഇത് 12 അടി അകലത്തിലാണ്. 12 അടി അകലത്തിൽ. ഈ 12 അടി അകലത്തിൽ വരുമ്പോൾ 1 ഏക്കർ സ്ഥലത്ത് 310 താഴെ 300 പപ്പായ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പം 300 പപ്പായ വെച്ച് നമുക്കത് 8 മാസം കഴിയുമ്പോൾ നമുക്കിത് ആദായത്തിലേക്ക് വരുള്ളൂ. അതുവരെ അപ്പൊ അത്രയും സ്ഥലം നമുക്ക് മെനക്കെടുക. ഇത്രയും സ്ഥലത്തിനകത്ത് കോർണർ ടു കോർണർ സെൻട്രലായിട്ട് ഞാൻ വാഴ വെച്ചിട്ടുണ്ട്. ഒരു റോബസ്റ്റ വാഴ ഇടവിളകൾ ചെയ്യുന്നുണ്ട്. ഇടവിളകൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റോബസ്റ്റ വാഴ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോബസ്റ്റ വാഴ ഒരിക്കലും പപ്പായയുടെ മേളിൽ പോകുന്നില്ല. ഞാലിപ്പൂവിനോ നേന്ത്രവാഴയോ മറ്റേത് വാഴയാണെങ്കിലും മേളിൽ പോകും. റോബസ്റ്റ വാഴ ഹൈറ്റിൽ പോകുന്നില്ലാത്ത കാരണം അത് തെരഞ്ഞെടുത്തു. അപ്പം കപ്പളത്തിന് ശല്യമില്ലാത്ത രീതിയിൽ അത് കൃഷി ചെയ്യാം. അതിൻ്റെ കൂടെ റോബസ്റ്റ തിരഞ്ഞെടുക്കാൻ വേറെ ഒരു കാരണം കൂടെ ഉണ്ട്. റോബസ്റ്റ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഒരു 30-35 കിലോ കൊല വെട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല, അത്യാവശ്യം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു 30 കിലോ കൊല നമുക്ക് കിട്ടിയാലും മിനിമം ഒരു 20 രൂപ നമുക്ക് വില കിട്ടിയാലും
600 നമുക്കൊരു കൊലയ്ക്ക് കിട്ടും. കിട്ടും. പിന്നെ വെണ്ട ചെയ്തിട്ടുണ്ട്, പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ ചേന വരും. അതിന് ചേന വരും. ഇങ്ങനെ പല കൂട്ടങ്ങൾ ഇതിനകത്തോടെ വരും. 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ പോകുന്നില്ല. അത് പോകുകയില്ല. എന്നിട്ട് കപ്പളത്തിനോട് ശല്യമില്ല. കപ്പളത്തിന് ശല്യമില്ല. കപ്പളത്തിനെ നമ്മൾ മെയിൻ കൃഷിയാക്കി എടുത്തു. അതിന്റെ അടിയിൽ മറ്റുള്ള കപ്പളത്തിന് ശല്യമില്ലാത്ത രീതിയിൽ മറ്റു കൃഷികൾ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യും. അപ്പൊ അതിനുള്ള വലിയ ഗുണമുണ്ട്. നമുക്ക് അതിലൂടെ ഒരു ആദായം കിട്ടുന്നത് മാത്രമല്ല, ആദായം കിട്ടും തന്നെയല്ല, ഈ ഇവിടെ പുല്ല് കയറിയാൽ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പുല്ല് കയറിയാല മറ്റ് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. മറ്റു കീടങ്ങൾ നമുക്ക് അതിൻ്റെതായ നമ്മൾ ചെയ്യുന്ന ഈ പുല്ലെടുക്കുന്നതായിട്ട് നമ്മൾ അത്രയും വട്ടം പപ്പായയുടെ പുല്ലെടുത്താലും ബാക്കി സ്ഥലം കാട് പിടിച്ചു കിടക്കും. ഇത് ആ ശല്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് ഫുള്ളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതായിട്ട് വിളവെടുക്കാനും പറ്റും. നമ്മുടെ ഈ കപ്പളത്തിന്റെ കൃഷിയിലെ 8 മാസം ആകുമ്പോഴല്ലേ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങുന്നത്? അതെ, 2 വർഷം വരെ വിളവ് കിട്ടും അല്ലെ? 2 വർഷം വരെ വിളവ് കിട്ടും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വരും. അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതെ, അതിനിടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുമോ എന്നുള്ളത്? വിളവ് കിട്ടുകയില്ല. അതായത് ഒരു റൗണ്ട് കായ കഴിയുമ്പോഴത്തേനും ഒരു റെസ്റ്റ് ടൈം ഉണ്ട്. എത്ര മാസം വരും? അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നോട്ടത്തിനും വളം കൊടുക്കുന്നതിന്റെയും കാലാവസ്ഥയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. ചിലപ്പം പെട്ടെന്ന് വീണ്ടും അടുത്ത കായിലേക്ക് വരും. എങ്ങനെയായാലും ഒരു 1.5 മാസം എങ്ങനെയായാലും ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വിട്ടിട്ട് ഈ കായ് വരുന്ന ഈ 10-60 കായ പറിച്ചു മാറുന്നതിന്റെ മുറയ്ക്ക് പിന്നെ പൂവിടാൻ തുടങ്ങുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ആയിട്ട് പൂവിടാൻ തുടങ്ങുള്ളൂ. അപ്പൊ ആ പൂവിടുന്ന കാലത്തിനനുസരിച്ച് ഒരു 1.5-2 മാസം വരെ ഒരു കപ്പളത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ട്, വിളവെടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന കാലാവസ്ഥയിൽ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരു കടയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു ബാച്ച് ആ സമയത്ത് പറിക്കാനുണ്ടാവും. റെഡി ആയിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 3 സ്റ്റെപ്പായിട്ട് ഒരു 2 മാസം ഇട്ട് 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്റെ രീതി. അപ്പം ഈ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പം ഇതിപ്പോ 2 മാസമായെന്നല്ല പറഞ്ഞേ? ഈ 2 മാസം അടുത്തത് വെച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 2 മാസം അടുത്ത 2 മാസമല്ല, ഇനിയത്തേത് വെക്കുന്നത് 1 മാസത്തിനുള്ളിൽ വെക്കും. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മഴ അടയ്ക്കുന്നതിന് മുമ്പേ വെച്ച് തീർക്കും. അപ്പൊ ഈ ഒരു 3 റൗണ്ട് ഇത് വരുമ്പോഴത്തേനും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ സമയത്തും എല്ലാ ദിവസവും നമുക്ക് കായ എടുക്കാനുണ്ടാവും. വീണ്ടും ഇതിലേക്ക് തന്നെ ഈ ഭാഗത്തേക്ക് വരും. അപ്പൊ ഇതിന്റെ കഴിയുമ്പോഴത്തേനും ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും അതും ആകും ഇതും ആകും. നമുക്ക് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും. വർക്കും കൃത്യമായിട്ട് നടന്നു പോകും. 2 വർഷം കഴിയുമ്പോഴേ ഇത് ചോടെ പറിച്ചു മാറ്റുവാണോ ചെയ്യുന്നത്? അത് ഈ തടിയെ തന്നെ കട്ട് ചെയ്ത് വളർത്തിയെടുക്കാം. പക്ഷെ ഇതിനകത്ത് ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഈ സ്ഥലം ലീസിനാണ്. അപ്പൊ ഇതിന്റെ 2 വർഷം ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോഴ് അങ്ങനെ മുറിച്ചു വിടാം, അല്ലെങ്കിൽ മൊത്തം വൈൻഡപ്പ് ചെയ്ത് മാറും, വേറെ സ്ഥലത്തേക്ക് മാറും. അതിനേക്കാൾ നല്ലത് പുതിയൊരു തൈ വെച്ച് കയറി വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു 2 വർഷം ആകുമ്പോഴത്തേന് ഇതിന്റെ ചുവടൊക്കെ ആകെ വണ്ണം വെച്ച് എന്തെങ്കിലും അസുഖങ്ങൾ ഒരു സ്റ്റേജിലേക്ക് വരും. ചിലത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. മുറിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ശേഖരം വന്നു കഴിഞ്ഞാൽ, മാത്രമല്ല എന്തെങ്കിലും കേടുകൾ ഉണ്ടെങ്കിലും അത് എങ്ങനെയായാലും ഏതാണെങ്കിലും കേടുകളുണ്ടെങ്കിൽ നിർത്താനേ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.